തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബി.ജെ.പി നടത്തിയ മുന്നേറ്റം കൂടി കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതെ, 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 മാവേലിക്കര അതെ. മുനിസിപ്പാലിറ്റി, അല്ലെങ്കിൽ താനൂർ മുനിസിപ്പാലിറ്റി, കോഴിക്കോട് കോർപ്പറേഷൻ. കോഴിക്കോട് കോർപ്പറേഷനിൽ അവരുടെ സീറ്റുകൾ ഏതാണ്ട് ഇരട്ടിച്ചു. ആ. മുൻ മേയർ ബീന ഫിലിപ്പിൻ്റെ, ഇപ്പോഴത്തെ മേയർ ബീന ഫിലിപ്പിൻ്റെ ഡിവിഷനിൽ പോലും ബി.ജെ.പി ജയിച്ചു. തിരുവനന്തപുരത്തെ കാര്യം പ്രത്യേകം അതെ. പറയേണ്ടതില്ല. തിരുവനന്തപുരത്ത് ബി.ജെ.പി ഏതാണ്ട് അധികാരത്തിലെത്തി എന്ന് പറയാവുന്ന അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ബി.ജെ.പി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ട് കൊല്ലം കോർപ്പറേഷനിൽ ബി.ജെ.പി മുന്നേറിയിട്ട്, മാവേലിക്കര നഗരസഭയിൽ മുന്നേറിയിട്ട്, തൃപ്പൂണിത്തുറയിൽ ബി.ജെ.പിയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ പല പഞ്ചായത്തുകളിലും ബി.ജെ.പി മുന്നേറിയിട്ട്, അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് കിട്ടിയ ഒരു വലിയ അംഗീകാരമായിട്ട് കണക്കാക്കേണ്ടതില്ല. ആ ഓക്കെ. ഒരു ഘടകം അതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ പോലും ആ. ഈ CPM-നെ തോൽപ്പിക്കുക എന്ന സ്വാഭാവിക പ്രക്രിയയുടെ ഭാഗമായിട്ട് ജനങ്ങൾ ബി.ജെ.പി ജയിപ്പിച്ചു എന്ന് കരുതുന്നതാണ് കൂടുതൽ യുക്തിസഹമായിട്ടുള്ളത്. ഓക്കെ. കാരണം കഴിഞ്ഞ തവണ പന്തളം മുനിസിപ്പാലിറ്റിയിലൊക്കെ ബി.ജെ.പി വമ്പിച്ച വിജയം നേടി. കാരണം വെച്ചാൽ അന്ന് ഈ ശബരിമലയുടെ ഒരു ഹാങ് ഓവറിലായിരുന്നു. പന്തളം ശബരിമല അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടൊരു സ്ഥലമുള്ളൂ. അതുകൊണ്ട് ഇത്തവണ അതില്ല. ഇത്തവണ ബി.ജെ.പിക്ക് സ്വാഭാവികമായിട്ട് കിട്ടാവുന്ന വോട്ടുകളും സീറ്റുകളും തന്നെ കിട്ടിയിട്ടുള്ളൂ ആ പാർട്ടിക്ക്. ഞാൻ നേരത്തെ നമ്മൾ ഈ ചർച്ചയിലൊക്കെ പറഞ്ഞല്ലോ, ബി.ജെ.പി നില മെച്ചപ്പെടുത്തും. അത് എത്ര ഡിവിഷനായിട്ട്, എത്ര സീറ്റായിട്ട്, എത്ര മുനിസിപ്പാലിറ്റി ആയിട്ട്, എത്ര കോർപ്പറേഷനായിട്ട് മാറും നമുക്ക് പറയാൻ പറ്റില്ല എന്നുള്ളൂ. അതെ. അത് തന്നെ സംഭവിച്ചു. ബി.ജെ.പി നില മെച്ചപ്പെടുത്തിയത് ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം ഒരു പ്രതിപക്ഷ വിരുദ്ധ വികാരം കൂടി ഉണ്ടായിരുന്നു. ഉം, ഉം, ഉം. അത് കോൺഗ്രസിൻ്റെയും മറ്റുമൊക്കെ ഈ സമുദായ ന്യൂനപക്ഷ പ്രീണനത്തോടുള്ള ഒരു വിയോജിപ്പ്, എതിർപ്പ് അതുണ്ട്. ആ ആനുകൂല്യം ബി.ജെ.പിക്കാണ് കിട്ടിയത്. ഹിന്ദുത്വ വികാരത്തേക്കാൾ കൂടുതലായിട്ട് ഭരണവിരുദ്ധ വികാരം തന്നെയാണ് അവിടെ പ്രതിഫലിച്ചത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ആളുകൾ ബി.ജെ.പിക്ക് വോട്ട് കൊടുത്തത് ബി.ജെ.പിയോടുള്ള താല്പര്യം കൊണ്ടില്ല. ഇനി വേറൊരു പ്രത്യേകത പറയാം. ആ. ഈ ബി.ജെ.പി ജയിക്കുന്ന വാർഡുകൾ മിക്കവാറും കോൺഗ്രസ് വട്ടപൂജ്യമായി തീർന്നിട്ടുണ്ട്. അത് കോൺഗ്രസിന് അന്യതായി കിട്ടുമായിരുന്ന കുറേ വോട്ടുകളാണ് ബി.ജെ.പിയിലേക്ക് പോയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ വീടിരിക്കുന്ന വാർഡ് ഞാൻ പറഞ്ഞല്ലോ, ചെങ്ങമനാട് പഞ്ചായത്ത് 16-ാം വാർഡാണ്. 16-ാം വാർഡിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിൻ്റെ പകുതി വോട്ടാണ് LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. കോൺഗ്രസിന് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് രണ്ട് കൈൻ്റെയും വിരലുകൊണ്ട് എണ്ണി തീർക്കാവുന്ന അത്ര വോട്ടുകളാണ്. അപ്പം ഇതങ്ങനെ ഇതങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിനകത്ത് വേറെ പല അന്തർധാരകളുമുണ്ട്. കാരണം ഇത് കോൺഗ്രസ്സുകാർ പറഞ്ഞ് ബി.ജെ.പിക്ക് വോട്ട് ചെയ്യിച്ചല്ല, അതിന് പറഞ്ഞ് ജയിപ്പിക്കാൻ മാത്രം കോൺഗ്രസ്സുകാരൊന്നും അവിടെ ഇല്ല. ഈ കതർധാരികൾ തീരെ ഇല്ലാത്ത സ്ഥലം ഞങ്ങളുടെ നാട്. അപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗം ആളുകൾ ഇത്തവണ CPM-നെ തോൽപ്പിക്കാനായിട്ട് നമുക്ക് ബി.ജെ.പിക്ക് വോട്ട് ചെയ്തോളാം എന്ന് കരുതി ബി.ജെ.പിക്ക് വോട്ട് കൊടുത്തു. ഓക്കെ. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികളും ഇതിനകത്തുണ്ട്. ഇത് നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെയും വെറുതെ എന്താണ് വളരെ ഫ്ലാറ്റായിട്ട് പരിശോധിച്ചാൽ വലിയ അബദ്ധത്തിൽ ചെത്തിയാണ്. അതെ, അതെ. അത് ഞാനെന്താ പറഞ്ഞു വെച്ചാൽ, ലിയോ ഈ പറയുമ്പോൾ നമ്മളിപ്പോൾ ബി.ജെ.പിക്ക് ഉണ്ടായ മുന്നേറ്റം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്രയായിട്ട് വർദ്ധിക്കും അല്ലെങ്കിൽ എത്രയായിട്ട് കുറയും എന്ന് വിചാരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതെ. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ പാർലമെൻറ്റിലേക്കുള്ള വോട്ടും പഞ്ചായത്തിലേക്കുള്ള വോട്ടും അതുപോലെ തന്നെ നിയമസഭയ്ക്കുള്ള വോട്ടും വേറെ വേറെ പാറ്റേണിലാണ്. ശരിയാണ്. ഇത് നമ്മൾ എഞ്ചുപടി വെച്ച് പഠിക്കേണ്ട ഒരു വിഷയമല്ല രാഷ്ട്രീയം. കരുണാകരൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ രാഷ്ട്രീയത്തിൽ രണ്ടും രണ്ടും കൂട്ടി എപ്പോഴും നാലാവില്ല. അത് ചിലപ്പോൾ 3 ആവും, ചിലപ്പോൾ 5 ആവും. ഇപ്പോൾ ഈ അതെ. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കരുണാകരൻ അത് മാറ്റി പറഞ്ഞത് ചിലപ്പോൾ 7 ആവും, ചിലപ്പോൾ 2 ആവും. അല്ലെങ്കിൽ രണ്ടും രണ്ടും കൂട്ടിയാൽ ചിലപ്പോൾ 1 ആവും, ചിലപ്പോൾ 9 ആവും. അതാണ് നമ്മുടെ രാഷ്ട്രീയം.